ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വാച്ചുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിനെ ഒരു രാജ്യം ക്രൈസിസ് എന്നും വേറെ പല രാജ്യങ്ങളും റെവല്യൂഷൻ എന്നും പറഞ്ഞ ഒരു സംഭവമാണ്. അതെന്താണെന്ന് നോക്കാം. 1970 വരെയുള്ള കാലഘട്ടം വരെ ഈ സ്വിറ്റ്സർലൻഡിന്റെ മോണോപ്പൊളി ആയിരുന്നു വാച്ച് മാനുഫാക്ചറിംഗിൽ. അതായത് അവർ നൂറ്റാണ്ടുകളായി വാച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അതിലെ നോളജുകൾ കൂട്ടി അവരുണ്ടാക്കുന്ന പല കാര്യം ലോകത്ത് പല ആൾക്കാർക്കും കണ്ടിട്ട് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എക്സാമ്പിൾ, ഇന്ത്യയിൽ HMT വരുന്നവരേക്കും ഇവിടെ സ്വിസ് വാച്ചുകളായിരുന്നു വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്നതും അല്ലെങ്കിൽ വിറ്റിരുന്നതും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇന്ത്യ മാത്രമല്ല, എല്ലാ കൺട്രീസും അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട ഒരു കമ്പനി ജപ്പാനിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ 1970 വരയ്ക്കും മെക്കാനിക്കൽ വാച്ചുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാച്ചുകൾ. ഇത് മുഴുവൻ ഒരു ഇലക്ട്രോണിക് പാർട്സും അതിലില്ല. ഇലക്ട്രോണിക് പവർ ഒന്നും ഇതിന് യൂസ് ചെയ്തിരുന്നില്ല, സോളാർ പവർ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് ചിന്ത അതിലോട്ട് പോയി, ഈ എന്തുകൊണ്ട് ഇലക്ട്രോണിക്സ് വാച്ചുകൾ ഉണ്ടായിക്കുക. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്ന ഇത് 1950 തുടങ്ങി. അങ്ങനെ LG എന്ന് പറഞ്ഞ ഒരു US കമ്പനി, ലിപ് എന്ന് പറഞ്ഞ ഫ്രാൻസ് കമ്പനിയും കൂടി കുറെ പ്രോട്ടോടൈപ്പുകളൊക്കെ ഉണ്ടാക്കിയാലും ഒന്നും വർക്കൗട്ട് ആയില്ല. 1954 ബുളോവോ അക്യൂട്രോൺ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് പവറിൽ ഉപയോഗിക്കുന്ന ഒരു വാച്ച് ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിന് ചലിപ്പിക്കുന്ന ഒരു വാച്ച് ഹാമിൽട്ടൺ ഉണ്ടാക്കി 1957. ഹാമിൽട്ടൺ 500. പക്ഷേ ഇതൊന്നും കോഡ്സ് അല്ല യൂസ് ചെയ്തിരുന്നത്. കോഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് വരും. എന്താണ് കോഡ്സ് വാച്ച്? ഈ മെക്കാനിക്കൽ ഇതുപോലെ കോഡ്സിന്റെ ഒരു വൈബ്രേഷൻ, കോഡ്സ് മൂവ്മെന്റിന്റെ വൈബ്രേഷൻ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാച്ചാണ് കോഡ്സ് വാച്ചുകൾ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിലെ പല ഫേമസ് ആയിട്ടുള്ള വാച്ച് ബ്രാൻഡുകൾ, പാറ്റക് ഫിലിപ്പ്, ഒമേഗ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു 20 അംഗ കൺസോർഷ്യം ഉണ്ടാക്കി ഇതിന്റെ ഡെവലപ്മെന്റ് തുടങ്ങി. ഇതിനെ എതിർത്തുകൊണ്ട് ജപ്പാനിൽ സീക്കോയും ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 1966 ആദ്യം സീക്കോ ഒരു കോഡ്സ് മൂവ്മെന്റ് ഉപയോഗിച്ചുള്ള ക്ലോക്ക് പുറത്തിറക്കി. ആ ക്ലോക്കാണ് അവരുടെ സമ്മർ ഒളിമ്പിക്സിൽ അവർ ഉപയോഗിച്ചത്. 1969 നെക്സ്റ്റ് ഒരു ടെക്നിക്കൽ എക്സിബിഷനിൽ സാസ്ട്രോൺ എന്ന് പറഞ്ഞ ഒരു വാച്ച് അവതരിപ്പിച്ചുകൊണ്ടാണ് സീക്കോ ലോകത്തിനെ മുഴുവൻ ഞെട്ടിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് വെറുതെ ഇരിക്കുമോ? പക്ഷേ അവരുടെ ഡെവലപ്മെന്റ് പോയത് അവരുടെ ഒരു പൊട്ടക്കാലത്തിലേക്കാണ്. എന്താ വെച്ചാൽ അവരും ഒരു കോഡ്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. 1969 സീക്കോ ആസ്ട്രോൺ ഇറക്കി. എൻ്റെ പിന്നത്തെ വർഷം 70 ഒമേഗയൊക്കെ കൂടി അവരുടെ ഒരു വാച്ച്, ഫസ്റ്റ് വാച്ച് ഇറക്കി. അത് കഴിഞ്ഞ് ഗിറാർ ഇറക്കി ഒരു വാച്ച്. അങ്ങനെ കംപ്ലീറ്റ് വാച്ച് ഇൻഡസ്ട്രി കോഡ്സിലേക്ക് പോയപ്പോൾ ഇവരുടെ മൊത്തം മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമാറ്റിക് വാച്ചുകളുടെ നില ആകെ പരിഗണിലായി. അതായത് 1970 1985 ഇടയ്ക്ക് 1600 സ്വിസ് ബ്രാൻഡുകൾ ഉണ്ടായിരുന്നതിൽ 600 അവശേഷിച്ചു. 1000-ഓളം കൂട്ടലിന്റെ വക്കത്തിലും എത്തി. അതുകൂടാതെ 90,000 വർക്ക് ഫോഴ്സ് ഉണ്ടായിരുന്നത് 28,000 കുറഞ്ഞു. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഈ ഒരു സംഭവത്തിനെ കോഡ്സ് ക്രൈസിസ് എന്ന് പറഞ്ഞു. സ്വിറ്റ്സർലൻഡിൽ പുറത്തുള്ള ബാക്കി USA, ജപ്പാൻ ഈ കോഡ്സ് വാച്ചുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരതിനെ കോഡ്സ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇവന്റിനെ തന്നെ 2 പേരിൽ വിളിച്ചൊരു സംഭവമാണ്. ഇതോടുകൂടി സ്വിറ്റ്സിന്റെ വാച്ച് ഇൻഡസ്ട്രിയിലുള്ള കംപ്ലീറ്റ് ആധിപത്യം അവസാനിക്കുന്ന ഒരു നിലയിലെത്തി. ബട്ട് അവരങ്ങനെ കീഴടങ്ങുന്നത് ഈ ടീമൊന്നുമല്ല. അപ്പോഴേക്കും ഗവൺമെന്റ് ഇടപെടുകയും സ്വിസ് ബാങ്കുകൾ ഇടപെടുകയൊക്കെ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന വാച്ച് ബ്രാൻഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് SSIH എന്ന് പറഞ്ഞിട്ടും ASUG എന്ന് പറഞ്ഞ SM എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ മിക്സ് ചെയ്ത് SMH എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതാണ് പിന്നെ സ്വാച്ചായി മാറിയത്. അങ്ങനെ വേറെ ഒരു ഇതിൽ പറയാം, ഇതാണ് ലോകപ്രശസ്തമായ കോഡ്സ് ക്രൈസിസ്. അതായത് ഏഷ്യൻ കമ്പനികളുടെ ഉദയവും സ്വിസിന്റെ ആധിപത്യവും കുറഞ്ഞതുമായ ഒരു ഇൻഡസ്ട്രിയൽ ഇവന്റ്. ഓക്കെ, ഇതുപോലെ വേറൊരു വിശേഷമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ.